ഹലോ ഡി ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഈ ന്യൂ ഇയറിൻ്റെ വിശേഷങ്ങളും പിന്നെ അതേപോലെ തന്നെ സ്വന്തം വലിയായിട്ടുള്ള ന്യൂ റെസൊല്യൂഷൻസും നിങ്ങൾ കമൻറ്റിൽ ഈ വീഡിയോയുടെ കമൻറ്റിൽ അറിയിക്കുക. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യങ്സ് ഡബിൾ സിറ്റ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തത്. യെസ്, ക്ലാസ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈറ്റ് ബോർഡിൽ തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഗൻസ് പ്രിൻസിപ്പിളാണ്. ഹൈഗൻസ് പ്രിൻസിപ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? വേ ഓപ്റ്റിക്സിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കുറേ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു ഹൈഗൻസ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് പ്രൂഫാണ് പഠിക്കാൻ. അതിൽ ഒരു പ്രൂഫാണ് സ്നെൽസ് ലോന്റെ പ്രൂഫ്. ഇനി രണ്ടാമതൊരു പ്രൂഫും കൂടിയുണ്ട്, അതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷന്റെ പ്രൂഫ്. അപ്പോൾ നമുക്ക് ആദ്യം സ്നെൽസ് ലോന്റെ പ്രൂഫിൽ നിന്ന് തുടങ്ങാം. നമ്മൾ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2 ബൈ N1 എന്നാണ് നമ്മൾ സ്നെൽസ് ലോ പഠിച്ചിട്ടുള്ളത് അല്ലേ? യെസ്, ഈ സ്നെൽസ് ലോ നമ്മൾ ഹൈഗൻസ് പ്രിൻസിപ്പിളിന്റെ വേവ് ഫ്രണ്ട് തിയറി വെച്ചിട്ട് എങ്ങനെ നമ്മൾ പ്രൂഫ് ആക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് പ്രൂഫ് ചെയ്യും, അതിലൊരു പ്രൂഫാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രൂഫ്. നമ്മുടെ വേ ഓപ്റ്റിക്സിൽ നിരന്തരമായി ഡെറിവേഷൻസിൽ ഈ ഒരു അതായത് സ്നെൽസ് ലോയുടെ ഡെറിവേഷൻ സ്ഥിരമാണ്. അപ്പോൾ നമുക്ക് പബ്ലിക് എക്സാം, നമ്മുടെ വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് ഈ ഒരു ഡെറിവേഷന്റെ സാധ്യത വളരെയധികം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വളരെയധികം ശ്രദ്ധാപൂർവം തന്നെ നിങ്ങൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡെറിവേഷനിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. ഈ ഒരു ഡെറിവേഷനിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഡയഗ്രാമാണ്. ഓക്കെ, ഒരു ഡയഗ്രാം. ലൈറ്റ് റേസ് എ ബി, രണ്ട് ലൈറ്റ് റേസ് ഒരു സർഫസിലേക്ക് തട്ടി അത് റിഫ്രാക്ട് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് നമുക്ക് എന്ത് വേണ്ടത്. ഓക്കെ, ആ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി തന്നെ ഞാൻ ഈ ഒരു സ്കെയില് ആദ്യം എടുത്തു. ഓക്കെ, എനിക്കിതാ ഇവിടെ ഒരു ഡയഗ്രാമിന്റെ ഒരു മാതൃകയുണ്ട്, അത് നോക്കി നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ സ്കെയിൽ വെച്ചു, എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇതെന്താ ചോദിച്ചാൽ ഇതാണ് മീഡിയം. ഓക്കെ, ഇതൊരു പുറത്തുള്ളതൊക്കെ എയർ, അതിന് ഞാൻ N1 എന്ന് വിളിച്ചു. ഇത് വെള്ളമാണെന്ന് വിചാരിച്ചു ഏതെങ്കിലും ഒരു പുതിയൊരു മീഡിയം, അതിനെ ഞാൻ N2 എന്ന് വിളിച്ചു. ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. ഓക്കെ, ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു ലൈറ്റ് റേ വരിക. ലൈറ്റ് റേ ഞാൻ എങ്ങനെ വരച്ചു? സോറി, ലൈറ്റ് റേ എങ്ങനെ വന്നു? ആദ്യത്തെ ലൈറ്റ് റേ. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ ലൈറ്റ് റേ ഈ സർഫസിൽ തട്ടിയിട്ടില്ല. ഓക്കെ, തട്ടിയിട്ടില്ല. ഒന്നും കൂടി നന്നായി വരയ്ക്കാം. ഈ ലൈറ്റ് റേ കുറച്ച് ഇതിലേക്ക് പോട്ടെ. ഇത് മീഡിയം, ഇത് ലൈറ്റ് റേ. ഓക്കെ, ഇതിങ്ങനെ. ഓക്കെ, ഇതിങ്ങനെ അത്ര തട്ടിയിട്ടില്ല. ഓക്കെ, ഈ ലൈറ്റ് റേ സർഫസിൽ തട്ടിയിട്ടില്ല. ഇതിനെ ഞാൻ എന്ത് കൊടുത്തു? യെസ്, എ എന്ന് പേര് കൊടുത്തു. ഈ ഒരു ഭാഗം എ, ഇത് ബി. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ഈ ഒരു സർഫസും പിന്നെ ഈ ഒരു ലൈറ്റ് റേയും ആയിട്ട് ഞാൻ ഒരു നോർമൽ വരച്ചു. നോർമൽ പറഞ്ഞാൽ സർഫസും ലൈറ്റ് റേയുടെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നതിന് നമ്മൾ എന്ത് പറയും? നോർമൽ എന്ന് പറയും. ഓക്കെ, ഇത് ഇൻസിഡന്റ് റേ ആണല്ലോ. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? ഇവിടെ ഐ, ഇൻസിഡന്റ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ലൈറ്റ് റേ ഇവിടെ ഇൻസിഡന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഐ, ഇൻസിഡന്റ് ആംഗിൾ എന്ന് വിളിച്ചു. യെസ്, ഇനി നമ്മൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ബി എ സർഫസിൽ എത്തിയ സമയം കൊണ്ട് ബി സർഫസിൽ എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു വെച്ചാൽ ഈ ഒരു ബി എന്ന് പറഞ്ഞ റേനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി. ഓക്കെ, നമുക്ക് കാണുന്നില്ലേ നോക്കട്ടെ. ഓക്കെ, റെഡി. സോ ബി എന്ന് പറയുന്ന ഈ ഒരു ലൈറ്റ് റേക്ക് ഞാൻ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഓക്കെ,
ഇനി ഒരു പ്രത്യേക തരം രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്തു വെച്ചാൽ ഈ എ ഉണ്ടല്ലോ, ഈ റേയും ബി എന്ന് പറയുന്ന റേയും കൂടി ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ ഞാൻ കൊടുത്തു. അങ്ങോട്ട് ഞാൻ ഒരു ലൈൻ എന്ത് ചെയ്തു, വരച്ചു. ഈ ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുക. ഓക്കെ, നമ്മൾ അപ്പം എല്ലാം ഹൈഗൻസ് പ്രിൻസിപ്പിളിലേക്ക് കിടന്നു. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ ഒരു ലൈൻ വരച്ചു. ഓക്കെ, എ ബി എന്ന് ഇതിനെ പേര് കൊടുത്തു. ഓക്കെ, ഇത് എയിൽ നിന്ന് ബിയിലേക്ക് അല്ലേ. ഇനി നമുക്ക് ആദ്യം പറയാനുള്ള ഫസ്റ്റത്തെ പോയിന്റ് എന്താ വെച്ചാൽ എ ബി ഈസ് ദ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഓക്കെ, എ ബി ആണ് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഇനി അടുത്തത് ഇൻസിഡന്റ് വേവ് ഫ്രണ്ടിനെ ഒന്നും കൂടി നന്നായി എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് മറ്റൊരു എക്സ്റ്റൻഷൻ പോലെ നമ്മൾ വരയ്ക്കുക. അതായത് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ എ എന്ന് പറയുന്ന ഈ ഒരു ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്, സോറി ഈ ഇൻസിഡന്റ് റേ ഓഫ് ലൈറ്റ്, ഈ ഒരു റേ ഓഫ് ലൈറ്റിന് ഇതായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ വരും. നമ്മൾ ഒരു പാരലോഗ്രാം കൺസിഡർ ചെയ്യാൻ പോവാം. ഓക്കെ, നമ്മൾ ഒരു പാരലോഗ്രാം കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാരലോഗ്രാം നമുക്ക് കിട്ടണം. ഓക്കെ, ഇങ്ങനെ ഒരു പാരലോഗ്രാം. ഇവിടെ ഒരു സംഭവം വരച്ചു, ഇങ്ങനെ ഒരു ലൈൻ. ഇനി ഇങ്ങനെ ഒരു ലൈനും വരച്ചു. ഇതിന് ഞാൻ ഡി എന്ന് പേര് കൊടുത്തു, ഇതിനെ സി എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഡി സി ഈസ് ദ refracted wave. ഓക്കെ, നമ്മളപ്പോൾ ഫിഗർ കൺസിഡർ ചെയ്തു. അതിൽ എ ബി ആണ് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്, ഡി സി ആണ് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം ഇങ്ങനെ കൺസിഡർ ചെയ്തു. ഇനി അടുത്ത നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ഈ ഒരു ഡയഗ്രാമിലെ ആംഗിൾസ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് വിത്തൗട്ട് പ്രൂഫ് പറയാൻ സാധിക്കും ഈ ഒരു ആംഗിൾ ഇൻസിഡന്റ് ആണ്. കാരണം ഇവർ തമ്മിലുള്ള ആംഗിൾ എത്ര? 90 ഡിഗ്രി. ഓക്കെ, നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് 90 മൈനസ് ഐനും മൈനസ് ഐയും പ്ലസ് ഐയും മൈനസ് 90 പ്ലസ് 90 കട്ടായി പോയി ഒരു ഐ മാത്രം നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഈ ഒരു ഇതിന്റെ പ്രൂഫ്. നമുക്ക് പക്ഷേ ഈ ഒരു നമ്മുടെ ഡെറിവേഷൻ 3 മാർക്കിന് ചോദിക്കണമായതുകൊണ്ട് തന്നെ പ്രൂഫിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഐ. ഇനി അടുത്തത് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് ആണ് ഡി സി നമ്മൾ പറഞ്ഞു. അതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ റിഫ്രാക്റ്റിംഗ് ആംഗിൾ ആർ. ഓക്കെ, ഇനി വിത്തൗട്ട് പ്രൂഫ് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു ആംഗിളും ആർ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ആംഗിൾ ആറാണെങ്കിൽ വിത്തൗട്ട് പ്രൂഫ് ഈ ഒരു ആംഗിൾ ആണ്. ഓക്കെ, അതിന്റെ എന്താണെന്നും നമുക്ക് ജസ്റ്റ് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ 3 മാർക്കിന് ഈ ഒരു ഡെറിവേഷൻ ചോദിക്കണതുകൊണ്ട് തന്നെ എന്തില്ല, അതിന് പ്രസക്തി ഇല്ല. ഓക്കെ, യെസ്. ഇനി ഈ ഡിസ്റ്റൻസ് കണ്ടോ, ഏത്? അത് ഈ ഒരു ഡിസ്റ്റൻസ് ബി സിയും എ ഡിയും, ഇത് രണ്ടും, അതായത് നമ്മൾ എ ബിയും ഡി സിയും എടുത്തു. എ ബി ഡി സി സെയിം ആണ്. എ ബിയിലെത്തുന്ന സമയം കൊണ്ട് തന്നെ ഡി സിയിലേക്ക് എത്തും. നമ്മൾ ടൈം ടി എടുത്തു നോക്കുകയാണെങ്കിൽ എ ബിയിലെത്തുന്ന ബി സിയിലെത്തുന്ന സമയം കൊണ്ട് തന്നെ എ ഡിയിലേക്ക് എത്തും. ഐ റിപ്പീറ്റ്, ഈ ടി പറയുന്ന ടൈം കൊണ്ട് ബി സിയിലേക്ക് എത്തും. ഓക്കെ, അതേപോലെ തന്നെ എ ഡിയിലേക്ക് എത്തും. ഓക്കെ, റെഡി. ബി പറയുന്നത് ഒരു ലാഗിങ് ആയിട്ടുള്ള ഒരു വേവ് ആണ്, ലൈറ്റ് റേ ആണ്. അത് ബിന്ന് സിയിലേക്ക് എത്തുള്ളൂ. മീഡിയത്തിന്റെ നമ്മൾ വാട്ടറിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. പക്ഷെ എ
നല്ലോണം ബീനെ കഴിഞ്ഞ് നല്ലോണം വന്നൊരു വേവ് ഫ്രണ്ട്, ഒരു വേവ് ആയതുകൊണ്ട് തന്നെ ടൈം ടിയിൽ അത് വെള്ളത്തിന്റെ ഉള്ളിലേക്ക് കിടക്കും. ബി എന്ന് പറയുന്ന റേ എപ്പോഴും കിടന്നിട്ടില്ല, ഈ ഒരു റേ കിടന്നു, അതാണ് ഇവിടെ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാം ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം സൈൻ ഐ കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, സൈൻ ഐ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ബി സിയും എ ഡിയും ഒരേ സമയത്ത് ഒരേ ടി എന്ന് പറയുന്ന ഒരു ടൈമിൽ എന്ത് ചെയ്യും? യെസ്, അതേ ഡിസ്റ്റൻസിന് ട്രാവൽ ചെയ്യും. ഇനി ബി സി എ ഡി ഒരു ഡിസ്റ്റൻസ് ആണല്ലോ. വെലോസിറ്റി പറഞ്ഞ ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് പറഞ്ഞ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇത് എയർ ആണ്. എയറിലുള്ള വെലോസിറ്റി ഞാൻ v1 എന്ന് വിളിച്ചു, ഇത് ടി. അപ്പൊ ബി സി പറഞ്ഞ ഡിസ്റ്റൻസ് v1 ടി നമ്മൾ എടുത്തു. ഓക്കെ, ഇനി ഈ ഒരു ഡിസ്റ്റൻസ് എ ഡി ഇതിലുള്ള ഇതാണ് N2-ലുള്ള, അതായത് വാട്ടറിലുള്ളതാണ് വിചാരിക്കും. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിൽ ഞാൻ v2t എന്ന് എടുത്തു. ഓക്കെ, യെസ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ഐയും സൈൻ ആറും കണ്ടുപിടിക്കാൻ പോകും. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ സൈൻ ഐ കണ്ടുപിടിച്ചു. സൈൻ ഐ എന്താവും? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ്. ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ഓപ്പോസിറ്റ് ഉള്ളതാണ് ഹൈപ്പോട്ടിനസ് എപ്പോഴും. അപ്പൊ എ സി ആണ് ഹൈപ്പോട്ടിനസ്. അപ്പൊ ഓപ്പോസിറ്റ് v1t ബൈ ഹൈപ്പോട്ടിനസ് എ സി. ഇനി രണ്ടാമത്തെ സൈൻ ആർ. സൈൻ ആർ എടുത്തു, അത് v2t ആണ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് എ സി. എ സി കോമൺ സൈൻ. റെഡി? ഇനി സൈൻ ഐ ബൈ സൈൻ ആർ നോക്കുക. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? സൈൻ ഐ ബൈ സൈൻ ആർ നോക്കാലോ. യെസ്, സൈൻ ഐ ബൈ സൈൻ ആർ വി ഗെറ്റ് സൈൻ ഐ ബൈ സൈൻ ആർ v1t ബൈ എ സി ബൈ v2t ബൈ എ സി. എ സി കട്ട്, ടി കട്ട്. അപ്പൊ നമുക്ക് v1 ബൈ v2 എന്ന് കിട്ടും. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇതിനെ നമുക്ക് v1നെയും v2നെയും നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? യെസ്, മാറ്റി എഴുതണം. അപ്പോ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു v1 ബൈ v2 ആണ്. നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം, c is equal to n by v. Sorry, v is equal to c by n. Okay, confusion. Okay, v is equal to c by n. Okay, അപ്പോ v1 എന്തായിരിക്കും? c by n1. v2 എന്തായിരിക്കും? c by n2. ഈ രണ്ട് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? c by n1 by c by n2. c ക്യാൻസൽ, n2 റെസിപ്രോക്കൽ എടുത്ത് മുകളിലേക്ക് പോയി. അപ്പോൾ 1 by n1 ഇൻറ്റു n2 എന്നാണ്. ഇനി 1 by n1 ഇൻറ്റു n2നെ നമുക്ക് n2 by n1 എഴുതി കൂടെ? യെസ്. അപ്പൊ നമുക്ക് കിട്ടും സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2 by n1. ഓക്കെ, അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്നും കൂടി നന്നാക്കി എഴുതിയാൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇതാക്കി എഴുതാം, സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു, ഇവിടെ n2 by n1 എഴുതാം, ജസ്റ്റ് മനസ്സിലാക്കാൻ. ഇവിടെ സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2 by n1. റെഡി? നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു? ഹൈഗൻസ് വേവ് ഫ്രണ്ട് തിയറി അഥവാ ഹൈഗൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്നെൽസ് ലോ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 3 മാർക്കിനോ അഥവാ 4 മാർക്കിനോ എല്ലാ വർഷവും ചോദിച്ചു കണ്ടുവരുന്ന ഒരു ഡെറിവേഷൻ. നമ്മുടെ ക്രിസ്മസ് എക്സാം 2025 ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ചോദ്യം ചോദിച്ചിരുന്നില്ല. വളരെ അപൂർവമായിട്ട് തന്നെയാണ് അങ്ങനെ ഒരു സംഭവം നടക്കുക. ഓക്കെ, നിങ്ങളുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ നിങ്ങൾ കമന്റ് ചെയ്യലും. അതിൻ്റെ കൂടെ ക്രിസ്മസ് എക്സാം 2025 ഫിസിക്സിന്റെ ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.
അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. ജനുവരി ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ അത് ചെയ്യുന്നതായിരിക്കും. സോ അതും കൂടി കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രൂഫിലേക്ക് കിടക്കാം. അതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത പ്രൂഫിലേക്ക് കിടന്നിരിക്കുകയാണ്. അതാണ് പ്രൂഫ് ഓഫ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയും. ഇതിനായി തന്നെ നമ്മൾ ആദ്യം നമ്മുടെ സ്കെയിൽ എടുത്തു. ഇനി അതുകൊണ്ട് എന്ത് ചെയ്യാൻ, ഒരു സെപ്പറേഷൻ വരച്ചു, മീഡിയത്തിന്റെ ഒരു സെപ്പറേഷൻ. നമ്മൾ ആദ്യം ഇതിനെ N1 എന്ന് വിളിച്ചു, ഇതിനെ N2. നമ്മൾ ആദ്യം തന്നെ ഒരു ഒരു ഇൻസിഡന്റ് വേവ് ലൈറ്റ് റേ ഇങ്ങോട്ട് എടുത്തു. അടുത്തൊരു ആളെയും കൂടി എടുത്തു. അതേപോലെ ഇവൻ റിഫ്ലക്റ്റ് ആയി, ഇവനും റിഫ്ലക്റ്റ് ആയി. നമ്മൾ റിഫ്ലക്ഷൻ അല്ല റിഫ്ലക്ഷൻ ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ റിഫ്ലക്റ്റ് ആയി. ഓക്കെ, ഇനി ഇവന് ഞാൻ എന്ത് ചെയ്തു, ഒരു നോർമൽ വരച്ചു കൊടുത്തു. ഇവനും എന്ത് ചെയ്തു, യെസ്, ഒരു നോർമൽ വരച്ചു കൊടുത്തു. ഓക്കെ, യെസ്. ഇനി അടുത്തതാണ് ഒരു വേവ് ഫ്രണ്ട് ആണ് കേട്ടോ. ഓക്കെ, സോറി, എൻ്റെ മിസ്റ്റേക്ക് ആണ്. ഇതൊരു വേവ് ഫ്രണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ എ എന്ന് വിളിക്കും. ഇങ്ങോട്ട് ഒരു കൊണ്ടുപോകും, അല്ലേ? ഓക്കെ, നിങ്ങളുടെ ജസ്റ്റ് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, റെഡി. ഇത് ബി ഞാൻ കൊടുത്തു, ഇത് ഡി, ഇത് സി. ഓക്കെ, ഇത് ഐ, ഇത് ആറാവും, അല്ലേ? ഓക്കെ, ഇതിൽ നമുക്ക് ആകെ മനസ്സിലാക്കേണ്ടത് എ ബി ഈസ് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്, ഡി സി ഈസ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട്. ഇതിൽ നമ്മൾ ഇൻസിഡന്റ് ആയിട്ടുള്ള, അതായത് ഇൻസിഡന്റ് റേക്ക് തൊട്ടടുത്തുള്ള വേവ് ഫ്രണ്ട് ഇൻസിഡന്റ് വേവ് ഫ്രണ്ട്, റിഫ്രാക്റ്റഡ് റേക്ക് അടുത്തുള്ള വേവ് ഫ്രണ്ട് റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട്. ഇവിടെ എങ്ങനെ ആറ് വന്നു ചോദിച്ചാൽ ഈ ഒരു ആംഗിൾ എന്താണ്? ആ, ഓക്കെ. അപ്പോൾ ഇതും ഐ ആവും. വിത്തൗട്ട് പ്രൂഫ് നമുക്ക് പറയാൻ സാധിക്കും ഇത് ഐ ആണെങ്കിൽ ഇത് ആറാണെങ്കിൽ ഇത് 90 ഡിഗ്രി അത്. ഓക്കെ, ഇനി ഇത് 90 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി. അതെങ്ങനെ? നമ്മൾ നമ്മുടെ SSLC പഠിച്ചിട്ടുണ്ട്. ഒരു സർക്കിൾ എടുത്തു, അതിന്റെ ഡയമീറ്റർ എടുത്തു. അതുണ്ടാക്കുന്ന ഈ ഡയമീറ്ററിന്റെ എൻസിനോട് ജോയിൻ ചെയ്ത് ഏതൊരു ട്രയാങ്കിൾ അത് ഉണ്ടാക്കിയാലും അതിന്റെ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതേതാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, യെസ്. ഇതില് നമ്മുടെ ഈ ഒരു ഡെറിവേഷനിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷനാണ്. ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് കഴിയും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ രണ്ട് ട്രയാങ്കിളുകൾ എ ബി സിയും എ ഡി സിയും, ഇത് രണ്ടും കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ് നമ്മൾ തെളിയിച്ചാൽ മതി. എന്താണ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് കോൺഗ്രുവന്റ്? കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാവ. എന്താണ് ഈ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ പറഞ്ഞാൽ എന്താണ് ശരിക്കും? കോൺഗ്രുവന്റ് ട്രയാങ്കിൾ എന്താ പറഞ്ഞാൽ, രണ്ട് ട്രയാങ്കിൾസ് എടുത്തു കഴിഞ്ഞു, അതിനൊരു കോമൺ സൈഡ് ഉണ്ടാവണം. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു സൈഡ് ഉണ്ടാവണം, ഈക്വൽ ആവണം, രണ്ട് ആംഗിൾസ് സെയിം ആവണം. ഒരു ആംഗിൾ സെയിം ആവണം. ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തു, ട്രയാങ്കിൾ എ ബി സിയും പിന്നെ ട്രയാങ്കിൾ എ ഡി സി.
ഇത് രണ്ട് കോൺഗ്രന്റ് ആണ്. യെസ്, അതെ. എങ്ങനെ? ആംഗിൾ നോക്കോ, ട്രയാങ്കിൾ എ ബി സി എടുക്കും. എ ബി സി എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ ബി എത്ര? 90 ഡിഗ്രി. എ ഡി സി എടുത്തു, ആംഗിൾ ഡി എത്ര? അത് 90 ഡിഗ്രി. ഇതില് എ സി ഉണ്ട്, ഇതില് എ സി ഉണ്ട്. അത് കോമൺ സൈഡാണ്. ഓക്കെ, അപ്പോ എ ബി ഉണ്ട്, ബി സി ഉണ്ട്. ഓക്കെ, സോറി, ബി സി ആണ്, എ ഡി ആണ്. സോറി, ബി സി എ ഡി. കാരണം ബി സി എത്തുന്ന അതേ സമയം കൊണ്ടായിരിക്കും എ ഡി എന്ത് ചെയ്യുക, വേവ് ഫ്രണ്ട് ഉണ്ടാക്കുക. ഓക്കെ, ബി സി സർഫസിൽ എത്തുന്ന അതേ സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, എ ഡി എന്ത് ചെയ്യും, വേവ് ഫ്രണ്ട് ഉണ്ടാക്കും. അപ്പോൾ ബി സി ഈസ് ഈക്വൽ ടു എ ഡി. റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻ കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇതില് ഐയും ആറും കണ്ടോ, അത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ കോൺഗ്രുവൻസി റൂൾ വെച്ചിട്ട് പറഞ്ഞു, നമുക്ക് എന്ത് പറഞ്ഞു, കോമൺ സൈഡ് ഉണ്ട്, രണ്ട് ആംഗിൾ സെയിം, കോമൺ സൈഡ് രണ്ട് ഇതും സെയിം, രണ്ട് ലെങ്ത്തും സെയിം, ഒരു ട്രയാങ്കിൾ. അതുകൊണ്ട് തന്നെ ആംഗിൾ ഐയും ആംഗിൾ ആറും സെയിം ആയിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്, ഈ ഒരു ഡെറിവേഷൻ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രൂഫ് പഠിച്ചു. ഹൈഗൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് വേവ് ഫ്രണ്ടിന്റെ തിയറി വെച്ചിട്ട് രണ്ട് പ്രൂഫ് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ ഒന്നാണിത്, ലോസ് ഓഫ് റിഫ്ലക്ഷൻ. മുമ്പ് പഠിച്ചത് സ്നെൽസ് ലോ അല്ലെങ്കിൽ ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, ഇത് നമ്മുടെ പബ്ലിക് എക്സാമിന് അധികം ചോദിച്ച് കണ്ടിട്ടില്ലെങ്കിൽ കൂടെ നമ്മുടെ എക്സാം പാറ്റേൺ മാറുന്നതിനനുസരിച്ച് ചോദിക്കാനുള്ള ചാൻസുകൾ കൂടുകയാണ്. അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി നമ്മുടെ പാർട്ട് 4, വേവ് ഓപ്റ്റിക്സിന്റെ പാർട്ട് 4മായി പോളറൈസേഷൻ, നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചിരുന്ന സൺഗ്ലാസ് ഉപയോഗിച്ചുള്ള ഒരു എക്സ്പെരിമെന്റ്, ആ എക്സ്പെരിമെന്റിന്റെ എക്സ്പ്ലനേഷൻ പോളറൈസേഷനുമായി നമ്മൾ പാർട്ട് 4ൽ കാണുന്നതായിരിക്കും. സോ അതുവരേക്കും താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.